നമ്മുടെ സ്കിന്ന് നമ്മളല്ലാതെ പിന്നെ ആരാ കെയർ ചെയ്യുക? അപ്പോൾ ദേ കണ്ടില്ലേ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ പിന്നെയും വന്നിട്ടുണ്ട്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് പറയണ്ടല്ലോ, ഇതിനൊരു ലിമിറ്റും ഇല്ല. അപ്പോൾ നമുക്കൊരു ഹോം റെമഡി ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ അരിപ്പൊടിയിൽ പാല് മിക്സ് ചെയ്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യണം കേട്ടോ. നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവാനും ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു പാക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോഴ്സൊക്കെ ഓപ്പൺ ചെയ്താൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബനാനേൻ്റെ പാക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബനാന നല്ലോണം ഉടച്ചതിന് ശേഷം അതിലേക്ക് കടലമാവും തക്കാളി നീരും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അത് നമ്മൾ ഡ്രൈ ആവണ വരെ നമ്മൾ അതങ്ങനെ വെക്കണം. പഴമായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഡ്രൈ ആയി കിട്ടാൻ. ഡ്രൈ ആയതിന് ശേഷം ഒരു തുണി നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ച് കളയണം. അപ്പോൾ തുടച്ച് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആദ്യം കണ്ട പോലെയല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക.